കാറ്റത്ത് കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നികേഷിന്റെ മരവിച്ച അവസ്ഥയിലുള്ള ആ ഇരിപ്പ് കണ്ട് നിധി സുധീഷിനോടായി പറയുന്നുണ്ട്, സുഭാഷേട്ടൻ തിരിച്ചെത്തിയില്ലെങ്കിൽ അവൻ അത് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന്. ആർക്കും പറ്റില്ല നിധി, ഒരു കണക്കിന് ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. എവിടെ പോയി അന്വേഷിക്കുമെന്ന് ആലോചിച്ചിട്ടൊരു എത്തുംപിടിയും കിട്ടുന്നില്ലെന്ന് എന്ന് സുധീഷും ടെൻഷനോടെ പറയുമ്പോഴാണ് അച്ഛൻ അങ്ങോട്ട് വന്ന്, എടാ സുധീഷെ, ആ ഹിന്ദിക്കാരി പെണ്ണില്ലേ, അവളുടെ വീട് വരെ ഒന്ന് പോയി നോക്ക്, ചിലപ്പോ അവളുമായിട്ടാണ് പോയിട്ടുള്ളതെങ്കിലോ എന്ന് അച്ഛൻ പറയുന്നതുകൾക്ക് ആരെ പറ്റിയാണ് പറയുന്നതെന്ന് സുധീഷും, എടാ അവന്റെ കൂടെ ജോലി ചെയ്യുന്നവനില്ലേ ആ അവിനാശ്, അവന്റെ അനിയത്തിയെ, ആ കോലി പോലുള്ള പെണ്ണ്, എന്താ അവളുടെ പേര്, ചാന്ദിനി എന്നാണെന്ന് തോന്നുന്നു എന്നച്ഛൻ പറയുന്നതുകൾക്ക് എന്താ പറയുന്നതെന്ന് വല്ല വിചാരവുമുണ്ടോ, ആരെ പറ്റിയാ പറയുന്നതെന്നറിയോ, സുഭാഷേട്ടൻ അങ്ങനെ ചെയ്യുന്ന ആളാണോന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എടാ മനുഷ്യന്മാർക്ക് എന്തൊക്കെയാ എപ്പോഴാ തോന്നുന്നത് ആർക്കും പറയാൻ പറ്റില്ല. എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചാ ഞാൻ പറഞ്ഞത്. എടാ നീ ഒന്ന് അവന്റെ വീട് വരെ പോയൊന്ന് അന്വേഷിക്കേ എന്നച്ഛൻ പറയുന്നതുകൾക്ക് സുഭാഷേട്ടൻ കത്തെഴുതി വെച്ചത് അച്ഛനും കണ്ടതല്ലേ, കാരണവും അതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മനസ്സ് തകർന്ന് ഇറങ്ങിപ്പോയ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയരുതെന്ന് നിധിയും. നിന്റെ ചേട്ടൻ എന്തു കാരണം കൊണ്ടാണ് പോയതെങ്കിലും പാതിരാത്രിയാ ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോ അവന് തങ്ങാനൊരിടമോ വീടോ ഒക്കെ വേണ്ടേ, അല്ലാതെ ഇവിടുന്ന് നേരെ തമ്പാനൂര് ചെന്നിറങ്ങി തീവണ്ടിയും കയറി ലക്ഷ്യമില്ലാതെ പോകുന്ന ഒരാളല്ല സുഭാഷ്. ആ പെണ്ണാണെങ്കിൽ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്, അവനുമായിട്ട് ചിരിച്ച് സംസാരിക്കാറുമുണ്ട്. അവന് തിരിച്ചും അവളോടും അങ്ങനെ തന്നെയാ. അതുകൊണ്ടാ എനിക്ക് ആ വഴിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത്. അത് കേട്ട് സുധീഷും, ദേ സുഭാഷേട്ടൻ അങ്ങനെയുള്ള ഒരാളല്ലെന്ന് പറയുന്നുണ്ട്. എടാ അങ്ങനെ നിനക്ക് തോന്നും, പക്ഷേ ഒരു വിഷയത്തെ നമ്മൾ പല ആംഗിളിൽ നോക്കിക്കാണണം എന്ന് അച്ഛൻ പറയേ, അങ്ങനെ കാണുന്നത് നിങ്ങളുടെ ആംഗിളാണ്. എല്ലാവരെയും വിട്ടെറിഞ്ഞ് ഒരു ദിവസം ഒരു പെൺകുട്ടിയും വിളിച്ചുകൊണ്ട് സുഭാഷേട്ടൻ പോവുകയൊന്നുമില്ല, അങ്ങനെ ചെയ്യാൻ പറ്റുകയുമില്ല സുഭാഷേട്ടൻ എന്ന് സുധീഷ് തീർത്തു പറയുന്നുണ്ട്. തൽക്കാലം അച്ഛനൊന്നും മിണ്ടാതിരിക്കെ, എന്താ വേണ്ടതെന്ന് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് നിധി പറയേ, ഓ ആയിക്കോട്ടെ, എന്നാലും ഞാൻ പറഞ്ഞ വഴിക്ക് ഒന്ന് അന്വേഷിക്കാൻ മടിക്കണ്ട എന്ന് ഓർമ്മിപ്പിച്ച് അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണ് സുധീഷ് രാവിലെ അവിനാശുമായി സംസാരിച്ച കാര്യം ഓർക്കുന്നത്. സംശയത്തോടെ സുധീഷും മനസ്സിൽ ഓർക്കുന്നുണ്ട്, ചിലപ്പോ സുഭാഷേട്ടൻ അവന്റെ വീട്ടിൽ പോയി കാണോ. രാവിലെ സംസാരിക്കുമ്പോൾ സുഭാഷേട്ടനെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ടും വളരെ സാധാരണമായിട്ടല്ലേ അവൻ പെരുമാറിയത്. അതിനർത്ഥം സുഭാഷേട്ടൻ എവിടെയാണെന്ന് അവൻ അറിയാമെങ്കിലോ. ഇങ്ങേര് പറയുന്നത് പോലൊന്നും സംഭവിച്ചില്ലെങ്കിലും തൽക്കാലം സുഭാഷേട്ടൻ മാറി നിന്നത് അവിടേക്കാണെങ്കിലോ എന്നൊക്കെ ചിന്തിച്ച് സുധീഷ് പെട്ടെന്ന് ഇറങ്ങി ഓടി സ്കൂട്ടി എടുത്ത് പോകാൻ തുടങ്ങുമ്പോഴേക്കും, ഇവനെന്താ പെട്ടെന്ന് ബോധോദയം ഉണ്ടായോ എന്ന് അച്ഛനും പറയുന്നു. എവിടേക്കാന്ന് നിധി വിളിച്ചു ചോദിക്കുന്നുണ്ടെങ്കിലും മറുപടി ഒന്നും പറയാതെ സുധീഷ് വണ്ടിയും എടുത്ത് പോവുകയാണ്. അവിനാശിന്റെ വീടറിയാതെ സുധീഷും വഴിയാത്രക്കാരോട് അവിനാശിന്റെ വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഒരാൾ അറിയില്ലെന്ന് പറയുന്നുണ്ട്. പിന്നീട് വഴിയിൽ കണ്ട രണ്ട് ചേട്ടന്മാരോട് സുധീഷ് ഇക്കാര്യം അന്വേഷിക്കുകയാണ്. ചേട്ടാ, ഈ ഭാഗത്തെ അവിനാശ് എന്നൊരാൾ എവിടെയാ താമസിക്കുന്നതെന്നറിയോ, കെട്ടിടം പണിക്കൊക്കെ പോകുന്നയാളാ എന്ന് സുധീഷ് പറയാം. ബംഗാളിയാണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതെ അതെ ബംഗാളിയാന്ന് സുധീഷ്. നേരെ പോയിട്ട് ഫസ്റ്റ് റൈറ്റ്, അവിടെ ഇടതുവശത്ത് കാണുന്ന രണ്ടാമത്തെ വീട് എന്നവർ വഴി പറഞ്ഞു കൊടുക്കെ അവർക്ക് താങ്ക്സ് പറഞ്ഞ് സുധീഷ് അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് അവൻ അവിനാശിന്റെ വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും അവിനാശ് വന്ന് ഡോർ തുറക്കുന്നുണ്ട്. ബൈ സുഭാഷേട്ടൻ എന്ന് സുധീഷ് സംശയത്തോടെ ചോദിക്കേ, അവിനാശ് ഒന്നും മിണ്ടാതെ നിൽക്കുക. അകത്തുനിന്ന് സുഭാഷേട്ടന്റെ സംസാരം കേൾക്കാം. വീട്ടിലുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനവുമില്ല എന്ന് സുഭാഷേട്ടന്റെ വാക്കുകൾ കേൾക്കെ സുധീഷ് വെപ്രളത്തോടെ അകത്തേക്ക് ഓടുകയാണ്. അകത്ത് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചപ്പാത്തി കഴിക്കുക സുഭാഷേട്ടൻ. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് സുഭാഷ് ചാന്ദിനിയോടായി ചോദിക്കുമ്പോഴേക്കും ചാന്ദിനി ഒരു ചപ്പാത്തിയുമായി അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് വേണ്ട, കഴിക്കാൻ തോന്നുന്നില്ലെന്ന് സുഭാഷ്. കായേന എന്ന് നിർബന്ധിച്ചവൾ ആ ചപ്പാത്തി അവന്റെ പ്ലേറ്റിലേക്ക് ഇടുകയാ. ഡോറിനടുത്തെത്തിയ സുധീഷും സുഭാഷ് ഏട്ടനെ കണ്ട് ആശ്വാസത്തോടെ നോക്കി നിൽപ്പാ. സുധീഷ് പുറകിൽ നിൽക്കുന്നത് അറിയാതെ സുഭാഷ് വീണ്ടും ചാന്ദിനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് കാണുമ്പോൾ എനിക്ക് എന്റെ പിള്ളേരെ ഓർമ്മ വരും. ഇന്നേ വരെ വീട്ടിൽ വെച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കാതെ അവരൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് അവരെന്ത് ചെയ്യുമോ ആവോ, മിക്കവാറും എന്നെ തേടി നടക്കുമായിരിക്കും. സാരമില്ല, പതുക്കെ പതുക്കെ ഞാനില്ലെന്ന് അവര് മനസ്സിലാക്കിക്കോളും. അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിക്കോളും. അവരുടെ ജീവിതത്തിൽ ഒരു ശാപമായിട്ട് ഞാൻ വേണ്ട എന്ന് സുഭാഷ് പറഞ്ഞു തീരുമ്പോഴേക്കും, എന്ന് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ച മതിയോ എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുന്ന സുഭാഷ് കാണുന്നത് തന്നെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന സുധീഷിനെയാണ്. സുധീഷ് അവന്റെ അരികിലേക്ക് വരുമ്പോഴേക്കും സുഭാഷും എഴുന്നേറ്റ് സുധീഷ് എന്ന് വിളിക്കുക. എന്താ ഈ കാണിക്കണേന്ന് വല്ല നിശ്ചയമുണ്ടോ നിങ്ങൾക്ക്? രാവിലെ മുതൽ ഞങ്ങൾ എല്ലാരും കൂടി നെട്ടോടെ മോട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ചങ്ക എടുത്തു പിടിച്ച് പായുമ്പോ ചേട്ടൻ ഇവിടെ വന്ന് മിണ്ടാതിരിക്കുകയാണല്ലേ. ദേ എന്തിനാ ഇത് ചെയ്തെന്ന് ആദ്യം പറ ചേട്ടാ. ഇനി ഞങ്ങൾ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വളർത്തിയതല്ലേ ഞങ്ങളെ. ആരോ എന്തോ പറഞ്ഞു എന്നറിഞ്ഞ് ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോവാൻ തോന്നിയല്ലോ ചേട്ടാ നിങ്ങൾക്ക് എന്ന് സുധീഷ് കണ്ണു നിറഞ്ഞു ചോദിക്കേ. എടാ, ഉപേക്ഷിച്ചതൊന്നുമല്ല സുധീഷ് എന്ന് സുഭാഷ്. പിന്നെ എന്താ ഈ കാണിച്ചേ? സുഭാഷ് ഏട്ടാ, ഒരു ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കുമായിരുന്നു എന്ന് സുധീഷ് ചോദിക്കേ. എടാ അങ്ങനെ പറയില്ല മോനെ, നിങ്ങളുടെയൊക്കെ നന്മയെ കരുതിയാ ഞാൻ എന്ന് സുഭാഷേട്ടൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സുധീഷും വിരൽ ചൂണ്ടിതേ ഇനി ആ വാക്ക് പറഞ്ഞു പോവരുത് എന്ന് താക്കീതോടെ പറഞ്ഞ് അവിനാശിനോടായി, രാവിലെ ഞാൻ നിങ്ങളെ കണ്ടപ്പോ ചോദിച്ചതല്ലേ, ഒരു വാക്ക് പറയായിരുന്നില്ലേ നിങ്ങൾക്കെന്ന് ചോദിക്കുന്നുണ്ട്.
ഭയ്യ പറയണ്ടെന്ന് പറഞ്ഞെന്ന് അവിനാശ്. എന്ന് വെച്ച് അത് കണ്ണടച്ചങ്ങ് അനുസരിക്കുകയാണോ ചെയ്യാ? എടോ താനൊക്കെ എന്ത് മനുഷ്യനാടോ എന്ന് അവിനാശിനെ വഴക്കു പറഞ്ഞേ. സുഭാഷേട്ടൻ എന്താ തീരെ വെളിവില്ലാതായോ? സുഭാഷേട്ടാ, നിങ്ങളില്ലാതെ ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അവൻ ചോദിക്കേ, സുധീഷ് എന്ന് വിളിച്ച് അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക സുഭാഷേട്ടനും. സുഭാഷേട്ടനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുക സുധീഷും. സുധീഷ് എങ്ങോട്ട് പോയെന്നറിയാതെ ടെൻഷനോടെ നിധി ഉമ്മറത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് സുധീഷ് സുഭാഷേട്ടനെയും തന്റെ വണ്ടിയുടെ പുറകിലിരുത്തി അങ്ങോട്ടെത്തുന്നത്. ആ കാഴ്ച കണ്ട് നിധിയും സന്തോഷത്തോടെ നികേഷേ ഇതേ സുഭാഷേട്ടൻ എന്ന് വിളിച്ച് പറയുമ്പോഴേക്കും ഹരീഷും അകത്തുനിന്ന് ഓടിയെത്തുകയാണ്. നികേഷ് സുഭാഷേട്ടനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്തിനു സുഭാഷേട്ടൻ ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കേടാ കരയാതെ എന്ന് പറഞ്ഞ് സുഭാഷേട്ടനും അവനെ ആശ്വസിപ്പിക്കുകയാണ്. ഹരീഷും ചോദിക്കുന്നുണ്ട് എന്ത് പണിയാ കാണിച്ചത് സുഭാഷേട്ടാന്ന്. സുഭാഷേട്ടൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നിധിയും പറയുന്നുണ്ട്. ഏത് ജോത്സ്യൻ പറയുന്നതാണോ സുഭാഷേട്ടന് വലുത് എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുക. എടാ ഹരീഷ് മിണ്ടാതിരിക്കട്ടെന്ന് സുധീഷ് തടയുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും എന്ത് പേടിച്ചുവെന്നറിയോ? ഞങ്ങളെ പറ്റി അല്പം പോലും ആലോചിക്കാതെ ആരോ എന്തോ പറഞ്ഞതും കേട്ട് ഇറങ്ങിപ്പോണോ സുഭാഷേട്ട എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഏയ് നിധി, സാരമില്ല, ആള് തിരിച്ചു വന്നല്ലോ വീട്ടേക്കെന്ന് സുധീഷ് പറയുമ്പോഴേക്കും അച്ഛനും മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് സുഭാഷിനെ തന്നെ നോക്കി നിൽപ്പാ. അച്ഛാ, ആ ജോത്സ്യൻ അങ്ങനെ പറഞ്ഞപ്പോ എന്ന് സുഭാഷ് പറഞ്ഞു തീരുമ്പോഴേക്കും അവന്റെ കവിള താഞ്ഞടിക്കുന്നുണ്ട് അച്ഛനും. എന്താടാ അവന്റെ ഒരു ജോത്സ്യൻ? എടാ, എന്റെ 2 ഭാര്യമാരെയും ഞാനാ കൊന്നതെന്ന് ഈ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നെ കൊന്നത് ഞാനല്ലെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ആ പേരും പറഞ്ഞ് എത്ര നാളെന്നെ കുറ്റപ്പെടുത്തി. ഇപ്പോഴും ആ പേരിൽ തന്നെ എന്നെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നെ കാണുമ്പോ ഇപ്പോഴും അടക്കം പറഞ്ഞ് രസിക്കുന്നവരുമുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയോ? ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോയോടാ? എല്ലാം സഹിച്ച് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നില്ലേ? നാട്ടുകാരെ വിട്. നിന്റെ അനിയന്മാരൊക്കെ തന്നെ എന്നോട് ഒരച്ഛനോട് പെരുമാറുന്ന പോലെയാണോ പെരുമാറുന്നത്? എന്തൊക്കെ പറയുന്നു എന്ന് നിനക്കറിയാലോ. അയ്യോ, നാട് മുഴുവൻ എന്നെ കുറ്റം പറയുന്നേ, മക്കൾ എന്നെ കുറ്റം പറയുന്നേന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടങ്ങ് ഓടിപ്പോയോ ഞാൻ. എടാ, പറയുന്നവര് പറയും. നാട് മുഴുവൻ എതിരെ പറഞ്ഞാലും നമുക്കുറപ്പുണ്ടായാൽ മാത്രം മതിയടാ. തെറ്റ് നമ്മുടെ ഭാഗത്തല്ലെന്ന് നമുക്കുറപ്പുണ്ടായാൽ മാത്രം മതി. സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ മാത്രം തെറ്റുകാരനാവാതിരുന്ന മതിയടാ കോപ്പെ. വേറെ ഏതവും പറഞ്ഞാലും പുല്ലുവിലയോടെ കാണാൻ പറ്റണം. ഒരു ജോത്സ്യൻ എന്തോ പറഞ്ഞു എന്ന് വെച്ച് വീട് വിട്ടു പോയിരിക്കുന്നു. വീട് വിട്ടു പോകേണ്ട പ്രായമാണോടാ നിനക്ക്? തലയ്ക്ക് വെളിവില്ലാത്തവൻ എന്നൊക്കെ അച്ഛൻ പറയുന്നത് കേൾക്കെ അത് അച്ഛാ എന്ന് സുഭാഷ് പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഡാ പോടാ, നീ ഇനി എന്നോട് സംസാരിക്കണ്ട. വീട് വിട്ടു പോകാൻ കണ്ട പ്രായം എന്ന് പറഞ്ഞ് അച്ഛൻ ഉമ്മറത്തേക്ക് കയറി പോവുകയാ. സുധീഷും പറയുന്നുണ്ട് ആ ഒരടി ചേട്ടന് വേണ്ടത് തന്നെയാ. ഞങ്ങളൊക്കെ അനിയന്മാരായി പോയി. ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടിയെന്ന്. ഇന്ന് എവിടൊക്കെ ഞങ്ങൾ അലഞ്ഞുന്നറിയോ? തേടാത്ത സ്ഥലമില്ല എന്ന് ഹരീഷും പറയുന്നുണ്ട്. സുഭാഷേട്ടൻ എവിടെ പോയിരിക്കായിരുന്നു? എവിടുന്നാ കണ്ടത് എന്ന് നിധി ചോദിക്കുന്നവർക്ക് സുധീഷ് ചിരിയോടെ നിൽക്കുകയാണ്. എന്ത് ചിരിക്കുന്നേ എന്ന് നിധി ചോദിക്കേ എവിടെയായിരുന്നു എന്ന് നികേഷും സുഭാഷേട്ടനോടായി ചോദിക്കുക. ആഹാരവും വെള്ളവും ഇല്ലാതെ നമ്മൾ ആ സുഭാഷേട്ടനെ അന്വേഷിച്ച് നടന്നത്. ആ സമയത്തെ സുഭാഷേട്ടൻ നല്ല സുഖമായിട്ട് വിശ്രമിക്കായിരുന്നു. എവിടാന്നറിയോ? നമ്മുടെ അവിനാശ് ഭായിയുടെ വീട്ടില് എന്ന് സുധീഷ് പറയുന്നതിൽക്കെ അവിടെയോ എന്ന് നിധിയും. ആ, ഞാൻ ചെല്ലുമ്പോഴേ അവന്റെ അനിയത്തി ചാന്ദിനി ചപ്പാത്തി ചുട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സുധീഷ് പരിഹാസത്തോടെ പറയേ. എടാ, ആ കുട്ടി ഉണ്ടാക്കി തട്ടിൽ വെച്ച് തന്നു. പക്ഷേ ഞാൻ കഴിച്ചൊന്നുമില്ല. അത് മാറ്റിവെച്ചപ്പോഴല്ലേ നീ വന്നത്. പിന്നെന്താപ്പോ അങ്ങനെ പറയുന്നതെന്ന് സുഭാഷും. അത് ശരി, അയ്യടാ, അപ്പോ അത് കഴിക്കുന്നതിന് മുന്നേ ഞാൻ വന്നതാണ് പ്രശ്നം എന്ന് സുധീഷ് ചോദിക്കേ. എടാ, അങ്ങനൊന്നുമല്ല എന്ന് സുഭാഷ് ഏട്ടനും. ഞാൻ എത്താൻ ഒരു 1/2 മണിക്കൂർ വൈകിയിരുന്നെങ്കിൽ ഒരു 4 ചപ്പാത്തി സുഭാഷ് ഏട്ടൻ വിഴുങ്ങി കാണുമായിരുന്നു എന്ന് സുധീഷ് പറയേ. എടാ, ആ കുട്ടി കഴിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഇവിടെ എന്തുണ്ടാക്കും ആരുണ്ടാക്കുമെന്ന് ഓർത്തിട്ട് എനിക്കൊന്നും ഇറങ്ങിയതുമില്ലെന്ന് നികേഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുഭാഷ് പറയുക. അത് കൊള്ളാലോ. എന്നാലേ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ തിരിച്ചു കൊണ്ടാക്കാം. ആ കുട്ടി ഉണ്ടാക്കുന്ന ചപ്പാത്തിയും സബ്ജിയും കഴിച്ച് നാളെ രാവിലെ സുഖമായിട്ട് തിരിച്ചു വന്നാ മതി. എന്തേ എന്ന് സുധീഷും ചോദിക്കും. നീ കളിയാക്കുകയാണോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഏയ് അല്ല എന്ന് സുധീഷ്. ശരിക്കും അവിനാശിന്റെ വീട്ടിലായിരുന്നോ എന്ന് ഹരീഷും സംശയത്തോടെ ചോദിക്കുകയാ. എടാ, ഞാൻ പിന്നെ വെറുതെ പറയൂ ചെറുക്ക എന്ന് സുധീഷ് ചോദിക്കേ. ഞാൻ അവിടെ രാവിലെ പോയതാണല്ലോ. അപ്പൊ അവിനാശ് പറഞ്ഞതേ സുഭാഷ് ഏട്ടനെ കണ്ടിട്ടേ ഇല്ലെന്നാ. അത് കേട്ട് സുധീഷും എടാ ഇതൊക്കെ പ്ലാൻഡാടാ, 2 കൂട്ടരും ആലോചിച്ച് പ്ലാൻ ചെയ്തു പോയതാന്നാ എനിക്ക് തോന്നുന്നത് എന്ന് സുധീഷ് സംശയത്തോടെ പറയുന്നത് കേൾക്കെ. ഏയ് അങ്ങനെയൊന്നും അല്ലെന്ന് സുഭാഷ് ഏട്ടൻ. പിന്നെ സുഭാഷ് ഏട്ടനെ അവിടെ ചെന്ന് നോക്കാൻ പറഞ്ഞതേ നമ്മുടെ കാർന്നോരാ. സുഭാഷ് ഏട്ടൻ ആ ചാന്ദിനിയുമായി എവിടെങ്കിലും പോയി കാണുമെന്ന് അച്ഛൻ പറഞ്ഞത് എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ സുഭാഷും അവന് നേരെ കൈ ഓങ്ങുകയാ. അത് ചെയ്യൂലെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഞാനപ്പോ മറ്റൊരു കാര്യം ആലോചിച്ചു. രാവിലെ അവിനാശിനെ കണ്ടിട്ട് ചേട്ടനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ അവനൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്കൊന്ന് പോയി നോക്കാൻ തോന്നിയത്. ചെന്നപ്പോ മക്കളെ എന്താ കാഴ്ചന്നാ എന്ന് സുധീഷ് ചിരിയോടെ പറയേ. എടാ മതി മതി, അധികം കളിയാക്കാൻ നിൽക്കല്ലേ എന്ന് സുഭാഷ് ഏട്ടനും. പെട്ടെന്നുണ്ടായൊരു സങ്കടത്തില് ഞാൻ പോയി എന്നുള്ളത് ശരിയാ. ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ? ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. സോറിടാ മോനെ എന്ന് പറഞ്ഞ് സുധീഷിനെയും നികേഷിനെയും ചേർത്ത് പിടിക്കുക സുഭാഷ് ഏട്ടൻ. മതി, ഏതായാലും തിരിച്ചു വന്നില്ലേ. ആരും ഇന്നൊന്നും കഴിച്ചിട്ടില്ല. സങ്കടം മാറിയിട്ട് നല്ല വിശപ്പ്, വാ കഴിക്കാമെന്ന് പറഞ്ഞ് നിധി വിളിക്കുന്നുണ്ട്. ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് സുഭാഷ് പോവാൻ തുടങ്ങുന്നുണ്ടെങ്കിലും സുധീഷ് തടഞ്ഞുകൊണ്ട് ഏയ്
ഇനി ഒന്നും ചെയ്യണ്ട, ചെയ്തിടത്തോളം മതി, നിങ്ങൾ ചെയ്തോളം, വാ നിധി എന്ന് പറഞ്ഞ് സുഭാഷിന്റെ ബാഗും എടുത്ത് സുധീഷും പുറകെ നിധിയും അകത്തേക്ക് കയറി പോവുകയാണ്. ഹരീഷ് സുഭാഷിന്റെ അരികിലേക്ക് ചെന്ന് സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കേ സുഭാഷ് നികേഷിനെയും ഹരീഷിനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി പോവുകയാണ്. ഉമ്മറത്തേക്ക് തിരികെ എത്തിയ അച്ഛനും ആശ്വാസത്തോടെ ഒരു ബീഡി എടുത്ത് വലിക്കാൻ തുടങ്ങുകയാണ്. പിന്നീട് എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുക. നിധി ഒരു പ്ലേറ്റിൽ ചോറ് വിളമ്പി സുധീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും സുധീഷ് അത് സുഭാഷ് ഏട്ടന് കൊടുക്കുകയാ. നിങ്ങൾ കഴിക്കുന്നില്ലേ എന്ന് സുഭാഷ് ചോദിക്കെ സുഭാഷ് ഏട്ടൻ കഴിക്കുന്ന സുധീഷും. ആരും കഴിക്കാതെ സുഭാഷ് ഏട്ടനെ തന്നെ നോക്കിയിരിക്കെ അങ്ങോട്ട് വന്ന അച്ഛനും സുഭാഷിനെ ശ്രദ്ധിക്കുകയാ. സുഭാഷും ടെൻഷനോടെ അച്ഛനെ നോക്കിയിരിക്കെ അച്ഛൻ ഇരുന്നോ, ഞാൻ വിളമ്പാമെന്ന് നിധി പറയുന്നുണ്ട്. എനിക്ക് വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞ് സുഭാഷിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി മുഖം തിരിച്ചുകൊണ്ട് അച്ഛൻ അവിടെയുള്ള സോഫയിലേക്ക് ഇരിക്കുക. വീണ്ടും ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറയുന്നുണ്ട്, വീട് വിട്ട് ഓടിപ്പോവാൻ നോക്കുന്ന ശുംഭൻ. എല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നത് കണ്ട് സുഭാഷും നിധിയോടായി, നിധി സോറി മോളെ, നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നത് കേൾക്കെ ഹരീഷും പിന്നെ പോയാ പോട്ടെ എന്ന് വിചാരിക്കുമെന്ന് കരുതിയോ എന്ന് പറഞ്ഞ് അച്ഛന് നേരെ വിരൽ ചൂണ്ടി, ഈ ആളില്ലേ അച്ഛൻ എത്രമാത്രം അന്വേഷിച്ചു എന്നറിയോ, സുഭാഷേട്ടനില്ലെങ്കിൽ ഈ വീടില്ല, അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക എന്ന് സങ്കടത്തോടെ പറയാൻ നികേഷും പറയുന്നുണ്ട്. ദേ ഇതോടെ ഇമാതിരി പരിപാടി നിർത്തിക്കോണം കേട്ടല്ലോ, ഇനി ആവർത്തിച്ച അന്നത്തോടെ ഞാൻ ഏട്ടനോട് മിണ്ടുന്നത് നിർത്തും. സുധീഷൻ ചോദിക്കുന്നുണ്ട്, ആ ജോത്സ്യൻ പറഞ്ഞത് ശരിയാവുമെന്നുള്ള പേടിയായിരുന്നല്ലേ സുഭാഷേട്ടന്? എന്റെ സുഭാഷേട്ട, അയാൾ ഒരു ഉടായിപ്പാണെന്നും പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്നും നാളെ ഞാൻ തെളിയിച്ചു തരാം, പോരെ? എങ്ങനെയെന്ന് സുഭാഷ് ചോദിക്കേ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോ എന്ന് സുധീഷ് പറയുന്നുണ്ട്. സുഭാഷേട്ടൻ അതൊക്കെ വിശ്വസിക്കാൻ പോയല്ലോ, ഇതൊക്കെ നമുക്കൊരു പുതിയ കാര്യമാണോ? ഇത്രയും കാലം ആളുകള് ഇത് തന്നെയല്ലേ പറഞ്ഞത്? അപ്പോഴൊന്നും തോന്നാത്ത കാര്യം ഈ ജോത്സ്യൻ വന്ന് പറഞ്ഞപ്പോ എങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്നിട്ട് അതിന്റെ പേരിൽ ഇറങ്ങിപ്പോവാ, എന്തൊരു കഷ്ട ഇത് എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. അയാൾ എന്നെ പറ്റി പറഞ്ഞ പ്രശ്നമില്ലായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഞാൻ കാരണം കുഴപ്പമുണ്ടായാൽ എന്ന് സുഭാഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഹരീഷും പറയുന്നുണ്ട്, സുഭാഷേട്ടൻ ഇല്ലെങ്കിലാ ഞങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാവുന്നത്, അതാദ്യം ഒന്ന് മനസ്സിലാക്കുന്ന. അതുപോട്ടെ, സുഭാഷേട്ടൻ കഴിക്കുന്ന സുധീഷ് പറയുക. സുഭാഷും ടെൻഷനോടെ ഇരിക്കണ അച്ഛനെ ശ്രദ്ധിച്ച്, അച്ഛാ സോറി, വാ കഴിക്കാമെന്ന് പറഞ്ഞു വിളിക്കേ, നീ കഴിക്കുക, ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞ് കണ്ണു നിറഞ്ഞു നോക്കിയിരിക്കുക അച്ഛനും. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് സുഭാഷും കഴിക്കാൻ തുടങ്ങുക. ആ കാഴ്ച കണ്ട് നിറഞ്ഞു വന്ന തന്റെ കണ്ണുനീർ അച്ഛനും തുടയ്ക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി തുടങ്ങുക. രാത്രി സുഭാഷേട്ടൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ഉറങ്ങാതെ കാവലിരിക്കുക ഹരീഷ്. പിന്നീട് അവൻ മൊബൈലിൽ സമയം നോക്കി സുധീഷിനെ വിളിച്ചുണർത്തുകയാണ്. സുധീഷ് എഴുന്നേറ്റിരുന്ന് നീ കിടന്നോ എന്ന് അവനോടായി പറയുമ്പോഴേക്കും അവൻ കിടക്കുക. അപ്പോഴാണ് നിധി അങ്ങോട്ട് വന്ന് ഓക്കെ ആണോ എന്ന് തലയാട്ടി ചോദിക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാമെന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ ആശ്വാസത്തോടെ നിധി തന്റെ റൂമിലേക്ക് പോവുകയാണ്. ഉറങ്ങാതെ സുഭാഷ് ഏട്ടനെ കാവലിരിക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുഭാഷ് ഏട്ടന്റെ ജാതകദോഷത്തിലെ പേടി മാറ്റാനായി സുധീഷും ഹരീഷും 4 ജ്യോത്സ്യരെയും കൊണ്ട് വീട്ടിലെത്തുന്നതും അവർ 4 പേരും സുഭാഷിന്റെ ജാതകം നോക്കി ദോഷമില്ലെന്ന് അറിയിക്കുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.